റജബ് മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. അത് കഴിഞ്ഞാൽ ഷഅബാനാണ്, പിന്നെ റമദാനാണ്. റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 1-2 ആഴ്ച മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, റജബ് മാസവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളുമുണ്ട്. ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നടമാടുന്ന ഒരു മാസമാണ് റജബ് മാസം. ജാഹിലിയത്തിൽ മുളർ എന്ന് പറയുന്ന ഗോത്രം, അവർ പ്രത്യേകം ആ മാസത്തിൽ ചില ആചാരങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളെ ബലി നടത്തി ചില ആഘോഷങ്ങളുമൊക്കെ നടത്തിയിരുന്നു. അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. റജബ് മാസവും അതിലെ ചില കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർമ്മിത ഹദീസുകൾ, ഗ്രന്ഥങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ ഈ റജബ് 27 ആളുകൾ ഇസ്രാ മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഈ വരുന്ന തിങ്കളാഴ്ചയായിട്ട് വരും. നോമ്പ് എടുത്തു വരുന്നത് കൊണ്ട് തന്നെ ആ വിഷയത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: മൻ സ്വാമ യൗമ സാബിഅ വൽ 20 മിൻ റജബ് കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റ. ഒരാൾ റജബ് 27 നോമ്പെടുത്താൽ 60 മാസം നോമ്പെടുത്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കും എന്നതാണ്. ഈ ഹദീസ് മൗളൂആണ്, ദഈഫല്ല, മൗളൂആണ്. എന്ന് വെച്ചാൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഹദീസ് ഗ്രന്ഥങ്ങൾ കടന്നുകൂടിയിട്ടുള്ള ഒരു നിർമ്മിത ഹദീസാണ്. എന്നാൽ ഈ ഹദീസ് ഇമാം ഗസ്സാലി റഹ്മഹുള്ളയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹദീസ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നോമ്പെടുക്കാമല്ലോ എന്ന്. എന്നാൽ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ മജ്മൂ എന്ന അറിയപ്പെട്ട ഗ്രന്ഥത്തിൽ, അതിന്റെ 3-ാം വാള്യം 348-ാം പേജിൽ ഇമാം നവവി റഹ്മഹുള്ള പറയുന്നത് ഈ ഹദീസ് ദുർബലമാണ്. ഇത് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ വന്നതുകൊണ്ട് കൂട്ടരെ നിങ്ങൾ അതിൽ വഞ്ചിതരാവരുത്. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അതായത് ലഈഫാണ് എന്ന് മനസ്സിലാക്കാതെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും റജബ് 27 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രത്യേക നോമ്പ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള, ഫത്ഹുൽ ബാരിയുടെ ഗ്രന്ഥകർത്താവ്, അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ബിദ്അത്തായ നോമ്പുകൾ പ്രചാരം നേടിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ വസ്തുത നമ്മൾ തിരിച്ചറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം